മുനമ്പം ഭൂമി പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം അവസാനിച്ചു. മന്ത്രിമാരുടെ വാർത്താ സമ്മേളനം ഉടനുണ്ടാകും. വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായന്തോടും ഒപ്പം തന്നെ മുനമ്പത്ത് നിന്നും അർച്ചന വിനോദും ചേരുകയാണ്. ആദ്യം മുനമ്പത്തേക്ക് പോകാം. അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെ, പ്രതീക്ഷകൾ എങ്ങനെ? അർച്ചന ചേരുകയാണ്. അർച്ചന, സ്വാഭാവികമായും യോഗം അവസാനിച്ചതിന്റെ ഒരു അതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ അവർക്കും ഉണ്ടാകും. ഏത് നിലയിലാണ് അർച്ചന അവരുടെ പ്രതികരണങ്ങൾ വരുന്നത്? സർക്കാർ ഒപ്പമുണ്ടെന്ന് ആവർത്തിക്കുമ്പോൾ ആ വിശ്വാസത്തിൽ തന്നെയാണോ മുനമ്പത്തെ ജനത? തീർച്ചയായും അഷിത, വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് അവർ രാവിലെ മുതൽ. കാരണം ഇത്തരമൊരു യോഗം ചേരുമെന്നും അതിലൊരു സമവായം ഉണ്ടാകുമെന്നുമുള്ള പ്രതീക്ഷ തന്നെയാണ് അവർ നേരത്തെയെല്ലാം പങ്കുവച്ചത്. ഇപ്പോൾ ഈ യോഗം അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ നിരവധി പേർ, നമുക്കറിയാം, ആ പ്രതീക്ഷയോടെ അവർ നോക്കിക്കാണുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും സമരക്കാർ ഇന്ന് 41ാമത്തെ ദിവസമാണ് ഈ മുനമ്പത്തെ സമരം തുടരുന്നത്. നിരാഹാര സമരമാണ്. ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അവർ അത്തരത്തിലുള്ളൊരു പ്രതീക്ഷയാണ് പങ്കുവച്ചത്. കാരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാടുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവർ ഇത്രയും കാലം കാത്തിരുന്നതും. അതിന് ഇപ്പോൾ ഇതൊരു അവസാനം വന്നിരിക്കുന്നു. യോഗത്തിന്റെ അവസാനം എന്തായിരിക്കും എന്നുള്ള ഒരു പ്രതികരണത്തിനാണ് അവർ കാത്തിരിക്കുന്നത്. ഇപ്പോൾ യോഗം അവസാനിച്ചിരിക്കുന്നു. എങ്ങനെയാണ് പ്രതീക്ഷ? യോഗം അവസാനിച്ചിരിക്കുന്നു. എങ്ങനെയാണ് പ്രതീക്ഷ? ഞങ്ങളിപ്പോഴും പ്രതീക്ഷയോടെ ഇരിക്കുന്നത് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാവുമെന്ന് തന്നെയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിൽ കാത്തിരിക്കുകയും ചെയ്യുന്നു. 5 മണിക്ക് നിരാഹാരം കഴിഞ്ഞതാണ്. പക്ഷേ ഈ സ്ത്രീജനങ്ങളും അമ്മമാരും വൃദ്ധജനങ്ങളും അടക്കമുള്ളവർ ഇവിടുന്ന് പോയിട്ടില്ല. മറ്റുള്ള ആളുകളോട് വെയിറ്റ് ചെയ്യുകയാണ്. ഇത് 41ാമത്തെ ദിവസത്തെ ഒരു സമരമാണ്. ഈ സമരം ഇന്നിവിടെ അവസാനിപ്പിക്കാൻ ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്. ഇന്ന് സാധാരണക്കാരെ, കൂലിപ്പണിക്കാരുള്ള ആളുകളാണ് ഇത്രയും ദിവസം ഈ സമരത്തിന് മുമ്പോട്ട് കൊണ്ടുപോയത്. കേരള സമൂഹം ഏറ്റെടുത്ത ഒരു സമരം കൂടിയാണിത്. ഈ അടുത്ത് കേരള ചരിത്രത്തിൽ ഇത്രയും കേരള സമൂഹം സപ്പോർട്ട് ചെയ്ത ഒരു സമരമില്ല. അപ്പോൾ ഇന്ന് ശാശ്വതമായൊരു പരിഹാരമില്ലെങ്കിൽ ഈ കേരള സമൂഹത്തിനോട് ചെയ്യുന്ന വഞ്ചനയാണ്. അതിലേറെ ഞങ്ങളുടെ ജീവിതത്തോട് ചെയ്യുന്ന സന്ധിയില്ലാത്ത സമരത്തിന് ഞങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ജീവിതത്തെ തച്ചുടച്ച സംവിധാനങ്ങളോട് സർക്കാരും കൊണ്ട് കൂട്ടി നിൽക്കില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അതിൽ ഉറച്ച് വിശ്വസിക്കുന്നു. ഇനിയും ജനാധിപത്യ സർക്കാരിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുമെന്ന് തന്നെ നീതി കിട്ടുമെന്ന് തന്നെ വിചാരിക്കുന്നു. താങ്ക് യു. സമവായം എന്ന് പറയുന്നത് ശാശ്വതമായി പരിഹാരം ഉണ്ടാവണമെങ്കിൽ വഖഫ് ബോർഡിൻ്റെ ആസ്തി വിവര പട്ടികയിൽ നിന്ന് ഞങ്ങളുടെ ഭൂമിയെ ഒഴിവാക്കണം. 2022 മുതൽ ഞങ്ങൾ എങ്ങനെയാണോ ഭൂമി അനുഭവിച്ചുകൊണ്ടിരുന്നത് ആ രീതിയിലേക്ക് തിരിച്ച് ഞങ്ങൾക്ക് അവകാശങ്ങൾ തന്നേ തീരൂ. ഞങ്ങൾ തീർ വാങ്ങിയ ഭൂമിയാണ്. കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊടുത്ത് സർക്കാരിൻ്റെ രജിസ്ട്രി രേഖകളും ആ റൂൾസും അനുസരിച്ച് വാങ്ങിയ ഭൂമിയാണല്ലോ. അല്ലാതെ ഞങ്ങൾ കുടിയേറിയവരോ കയ്യേറിയവരോ അല്ല. കുടിയിറക്കില്ല എന്നുള്ളൊരു മോഹന വാഗ്ദാനമല്ല വേണ്ടത്. റവന്യൂ അവകാശങ്ങൾ ഏത് രീതിയിൽ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവോ ആ രീതിയിൽ തിരിച്ചു തരാതെ ഇതിന് ശാശ്വതമായ പരിഹാരമില്ല. അതിന് ഗവൺമെൻറ് എടുക്കുന്ന എന്ത് തീരുമാനങ്ങളോട് സഹകരിക്കാൻ റെഡിയാണ്. പക്ഷേ ശാശ്വതമായ പരിഹാരം അല്ലെങ്കിൽ സമരം ഇനിയും ഇതുപോലെ തന്നെ കൂടുതൽ സത്യപ്രാപിച്ച് മുമ്പോട്ട് പോകും ഒരു തീരുമാനം ഉണ്ടാവുന്നവരെ. ഇത്തരത്തിലാണ് അഷിത സമരക്കാരുടെ ഒരു പ്രതികരണം. കാരണം അവർ ദിവസങ്ങൾ നീണ്ട നിരാഹാര സമരമാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സമവായത്തിനുള്ള നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ അവർ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. മാത്രമല്ല, ആരും ഇവിടെ നിന്ന് കുടിയിറങ്ങേണ്ടി വരില്ല എന്ന സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ആ സർക്കാരിൻ്റെ വാക്കിൽ തന്നെയാണ് ഇവർ വിശ്വസിക്കുന്നതും. അതുതന്നെയാണ് ഈ 41ാം ദിവസത്തിലെ സമരത്തിൻ്റെ ഈ യോഗത്തിൻ്റെ തീരുമാനം അറിയുന്നതിന് മുൻപും അവർക്ക് പറയാനുള്ളത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ എന്തായിരിക്കും സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനമെന്നറിയും. അതിനുശേഷം അവരുടെ കൂടുതൽ പ്രതികരണങ്ങളുണ്ടാകും. എന്തായാലും 614 കുടുംബങ്ങളാണ് ഇത്തരത്തിൽ വഖഫ് ഭൂമി എന്ന് അവകാശപ്പെടുന്ന സ്ഥലത്ത് താമസിക്കുന്നത്. ഏകദേശം ഈ 614 പേർക്കും ഈ റവന്യൂ നിയമമെല്ലാം പുനഃസ്ഥാപിക്കുക, അത്തരത്തിൽ അവർ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് വായ്പ എടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് കരമടയ്ക്കാനോ സാധിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതൊക്കെ നേരിടുന്ന ഒരു ജനവിഭാഗമാണ്. അപ്പോൾ ആ നീതി അവർക്ക് വേണമെന്നാണ് അവർ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ സമവായ ചർച്ചകൾ നടത്തുന്നതും. ഇവർക്ക് അനുകൂലമായൊരു തീരുമാനവും ശാശ്വത പരിഹാരവും ഉണ്ടാകും തന്നെയാണ് അവരുടെ പ്രതീക്ഷ. അത്തരത്തിൽ 41 ദിവസം ഈ സമരം പിന്നിടുമ്പോൾ ആ ഒരു പ്രതീക്ഷ കൈവിടാതെ സംസ്ഥാന സർക്കാരിൻ്റെ ജനാധിപത്യ സമവായ ചർച്ച ഉണ്ടാകുമെന്ന ഒരു വിശ്വാസത്തിൽ തന്നെയാണ് അവർ. അത്തരത്തിൽ ആരും ഇവിടെ നിന്നും പടിയിറങ്ങേണ്ടി വരില്ല എന്ന സംസ്ഥാന സർക്കാരിൻ്റെ വാക്കിൽ ഉറച്ചു വിശ്വസിച്ച് തന്നെയാണ് അവർ ഇപ്പോഴും പ്രതീക്ഷ കൈവിടാതെ ഈ സമവായ ചർച്ച എന്തായിരിക്കും, ഈ ചർച്ചയിൽ തീരുമാനമെന്ന് അറിയാൻ കാത്തിരിക്കുന്നത്. നശിത അർച്ചന പറഞ്ഞതുപോലെ അവർ പ്രതീക്ഷയിലാണ്. ഇപ്പോൾ സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം അവസാനിക്കുമ്പോൾ മന്ത്രിമാരുടെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം തന്നെ തുടങ്ങും. ആ വാർത്താ സമ്മേളനത്തെ കേൾക്കാൻ അത് കാതോർത്തിരിക്കുകയാണ് മുനമ്പത്തെ ഈ ജനത. അവർ സമരം തുടരുകയാണ്. ശാശ്വത പരിഹാരം അവർ ആവശ്യപ്പെടുകയാണ്. ജനകീയ സർക്കാർ ഞങ്ങളോടൊപ്പം നിൽക്കുമെന്ന
ആത്മവിശ്വാസവും പ്രതീക്ഷയും അവർ ഈ മണിക്കൂറിലും പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അർച്ചന വിനോദാണ് മുനമ്പത്തെ ജനതയുടെ ശബ്ദം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അർച്ചന, അല്പസമയത്തിനകം തന്നെ മന്ത്രിമാരുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും. അവർ ഔദ്യോഗികമായി യോഗത്തിന്റെ തീരുമാനങ്ങൾ അറിയിക്കും. പക്ഷേ അതിനു മുൻപ് തന്നെ മുനമ്പത്തെ ജനങ്ങൾക്ക് ഒരു കാരണവശാലും കുടിയിറങ്ങേണ്ടി വരില്ല, അവർ വഴിയാധാരമാകില്ല എന്ന സർക്കാർ സംവിധാനങ്ങളൊക്കെയും ആവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ വിശ്വാസവും ആ ഉറപ്പും അവർക്ക് ഇപ്പോഴും ഉണ്ട്. അതല്ലേ ആ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അർച്ചന? തീർച്ചയായും ഹർഷ, അത് തന്നെയാണ്. കാരണം ഈ സമരം തുടങ്ങിയത് മുതൽ സംസ്ഥാന സർക്കാർ അവർക്ക് കൊടുക്കുന്ന ഉറപ്പ് അത് തന്നെയാണ്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഒരു വലിയൊരു മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ചുരുട്ടാണിത്. ഈ ചുരുൾ അഴിച്ചെടുക്കുക എന്നത് സംസ്ഥാന സർക്കാർ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ്. ഒരു വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാതെ ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാമെന്നാണ് സംസ്ഥാന സർക്കാർ തുടക്കം മുതൽ നോക്കിക്കണ്ടത്. കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, അത്രയും പല തരത്തിലുള്ള വർഗീയ വിഷയം.